വയനാട് പച്ചിലക്കാടിന് സമീപം പടിക്കം വയലിൽ ഇറങ്ങിയ കടുവയ്ക്കായി തിരച്ചിൽ. കടുവയെ മയക്ക് വെടിവെക്കാനുള്ള ഉത്തരവ് വനംവകുപ്പ് പുറത്തിറക്കി. തിരച്ചിലിനായി കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഇതിനിടെ പ്രദേശത്ത് നിന്ന് കാണാതായ വയോധികനെ കണ്ടെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ തിരച്ചിലാണ് വയോധികനെ കണ്ടെത്തിയത്. സുർജിത്ത് അയ്യപ്പത്തി സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, അദ്ദേഹത്തെ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ഈ കടുവയുടെ സാന്നിധ്യം അത് ഏതു മേഖലയിലാണ്? എന്തൊക്കെയാണ് വനംവകുപ്പ് നൽകുന്ന അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സുർജിത്ത്? ഉന്മേഷ, കടുവയുടെ സാന്നിധ്യമുണ്ടായ ആ തോട്ടത്തിനടുത്തു തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് രാവിലെ ബിനു എന്ന് പറയുന്ന ഇവിടുത്തെ ഉന്നതിയിൽ താമസിക്കുന്ന ഒരാളാണ് കടുവയെ കണ്ടത്. അദ്ദേഹം ആദ്യം പശുവാണെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് സൂക്ഷ്മമായി നോക്കിയപ്പോഴാണ് അത് മഞ്ഞ നിറമുള്ള വരകളുള്ള അത് കടുവ തന്നെയെന്ന് സ്ഥിരീകരണം ഉണ്ടായത്. അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും വിവരം അറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയ പരിശോധനയിലാണ് അത് കടുവ തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണം പഗ്മാർക്കടക്കം പരിശോധനയിൽ നിന്നാണ് വ്യക്തമായത്. ഇതിനുശേഷമാണ് ഒരു അഭ്യൂഹം പടർന്നത്. അതായത് ഒരു തോട്ടമുണ്ട് തൊട്ടടുത്ത്. ആ തോട്ടത്തിൽ അത് കാപ്പിത്തോട്ടമാണ്. അവിടെ ജോണി എന്ന് പറയുന്ന ആളുടെ തോട്ടമാണ്. തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ബേബി എന്നൊരാൾ, അയാളെ കാണാനില്ല എന്നുള്ള തരത്തിലുള്ള വിവരം പുറത്തു വന്നത്. 70 വയസ്സ് പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ അദ്ദേഹം കൊണ്ടുവരുന്നില്ല. ഫോൺ ഷെഡിനകത്ത് തന്നെയായിരുന്നു. അതാണ് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധന നടത്തി. ആ പരിശോധനയിൽ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞു. ഇങ്ങനെ കടുവ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ആ മാറി നിന്ന ആളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അത് വലിയ ആശ്വാസം പകരുന്ന വിവരമാണ്. കാരണം അത്രയധികം ആശങ്കയോടുകൂടിയായിരുന്നു ഇവിടുത്തെ ആളുകളടക്കം നിലനിന്നിരുന്നത്. എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. ഈ മേഖല എന്ന് പറയുന്നത് അത്ര വനനിബിഡമായ ഒരു പ്രദേശമല്ല. പക്ഷേ തോട്ടങ്ങളുണ്ട്, പരിപാലിക്കാത്ത തോട്ടങ്ങളും ഇവിടെയുണ്ട്. കാപ്പിയും കമുകും വാഴയും ഉൾപ്പെടെയുള്ള കൃഷി ഇറക്കുന്ന തോട്ടങ്ങളാണ്. ആ തോട്ടം മേഖല കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. മുകളിൽ ഒരു കുന്നിൻ മുകളിലേക്ക് കടുവ പോകുന്നത് അത് കണ്ടു എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറ്റ് നടപടികളിലേക്ക്, അതായത് ഇതുമായി ബന്ധപ്പെട്ട കടുവ സ്വാഭാവികമായി ഇതുമായി ഒരു പ്രോട്ടോക്കോളുകളുണ്ട്. ആ പ്രോട്ടോക്കോളുകൾ പാലിച്ച് മാത്രമേ വനംവകുപ്പിന് ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇവിടുത്തെ NCPയുടെ ഭാരവാഹികളടക്കം, അതായത് വനംവകുപ്പിൻ്റെ NCPയുടെ ഭാരവാഹികളടക്കം പറയുന്നത് മയക്ക് വെടിവെക്കാനുള്ള അത്തരത്തിലുള്ള ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് വനമന്ത്രി എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഷാജി ചെറിയാൻ അദ്ദേഹം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും. തുടക്കം മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടപടിയിൽ കിടക്കുന്നുള്ളത് വ്യക്തമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം കുറച്ച് നേരത്തെ ഒരു വ്യക്തി മിസ്സിങ് എന്നുള്ളൊരു നിർദ്ദേശം വന്നപ്പോൾ അന്നേരം തന്നെ ബഹുമാനപ്പെട്ട വനം മന്ത്രിയെ വിളിച്ച് അദ്ദേഹത്തോട് ഇവിടുത്തെ പ്രസൻ്റ്ലി സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ മനസ്സിലാക്കിച്ചു. അതിനുശേഷം അദ്ദേഹം മയക്ക് വെടിവെക്കുവാനുള്ള ഓർഡർ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. ഓൾറെഡി ഓർഡർ നിലവിലുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ എല്ലാം ഒരുക്കുവാൻ വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ, റേഞ്ച് ഓഫീസർമാരടക്കം ഇപ്പോൾ അറൗണ്ട് 6ഓളം വാഹനങ്ങൾ വനംവകുപ്പിൻ്റെ മാനന്തവാടിയിൽ നിന്നും കൽപ്പറ്റയിൽ നിന്നും എത്തിച്ചേർന്നിട്ടുണ്ട്. ഏകദേശം ഈ പ്രദേശത്തൊക്കെ തന്നെ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള സെർച്ചിങ് ഓപ്പറേഷൻ നടക്കാൻ പോവുകയാണ്. എന്തായാലും ആ ഒരു സെർച്ചിങ് ഓപ്പറേഷനിലേക്ക് വനംവകുപ്പ് കടക്കുന്നു. ആ ഒരു കാഴ്ചയാണ്. 12 ബോർ ഗണ്ണുകളുമായി തയ്യാറായി നിൽക്കുന്നു RRT അംഗങ്ങൾ. അവർ ഇതിനകം തന്നെ കടുവയെ തേടിയുള്ള ആ ഒരു ഓപ്പറേഷനിലേക്ക് കടക്കും. തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഇതിനുവേണ്ടി ഉപയോഗിക്കും. എന്തായാലും ഈ സീസണിൽ ഒരുപക്ഷെ ആദ്യമായിട്ട്, അത് നേരത്തെ ഇപ്പോൾ പ്രജനന കാലം കൂടിയാണ്, സ്വാഭാവികമായും അതാണ് വലിയൊരു ആശങ്ക. പ്രത്യേകിച്ച് ഇത് വനമല്ല, വനം അടുത്തില്ല, തോട്ടങ്ങളാണുള്ളത്. ഇങ്ങനെ ഒരു പ്രദേശത്തേക്ക് കടുവ എത്തിയെങ്കിൽ അത് വളരെ ദൂരത്തു നിന്നും എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതാണ് ഈ ആശങ്കയ്ക്ക് കാരണം. ഇപ്പോൾ റേഞ്ച് ഓഫീസർമാർ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. കൽപ്പറ്റ റേഞ്ച് ഓഫീസർ ഹാഷിഫ്, മാനന്തവാടിയിൽ നിന്നുള്ള റേഞ്ച് ഓഫീസർ രഞ്ജിത്തും ഉൾപ്പെടെയുള്ളവരുടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥയായിട്ടുള്ള റോസ്മേരിയും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ 3 ഉദ്യോഗസ്ഥർ ഇവിടേക്ക്, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, വനവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ കാര്യങ്ങൾ ഇപ്പോൾ കൂടിയാലോചിക്കുകയാണ്. DF അജിത് കെ രാമൻ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകും. എന്തായാലും ആ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ആ നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷെ കൂട് വയ്ക്കുക, മയക്കുവെടി വയ്ക്കുക, അത്തരത്തിലുള്ള ഇടപെടലാണ് വേണ്ടത്. അങ്ങനത്തെ ഒരു ഇടപെടലിലേക്ക് കേജിങ് അല്ലെങ്കിൽ അതിനെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. ആ ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. നേരത്തെ ഉള്ള അനുഭവം, എന്തായാലും ആളുകളെ ആശങ്കപ്പെടുത്താവുന്ന പല അനുഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതേ സീസണിൽ തന്നെയാണ് നേരത്തെ വാഗേരിയിൽ മൂടക്കൊല്ലിയിൽ പ്രജീഷ് എന്ന് പറയുന്ന യുവാവിനെ കടുവ ആക്രമിച്ചു.
ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇതിനുശേഷം പഞ്ചാരക്കൊല്ലിയിൽ രാധ എന്ന് പറയുന്ന സ്ത്രീയെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന അനുഭവം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ളതാണ്. അതൊക്കെ വലിയ ആശങ്കയാണ് ആളുകളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ തോട്ടത്തിലടക്കം ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. കാപ്പിത്തോട്ടമാണ്, തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം തന്നെ ഇങ്ങനെ ഒരു കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് ആശങ്കയാണ്. കാലങ്ങളായി പനമരം കേന്ദ്രീകരിച്ചൊരു ഫോറസ്റ്റ് സ്റ്റേഷൻ വേണമെന്നുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇത് വെള്ളമുണ്ട സ്റ്റേഷൻ്റെ പരിധിയിലാണ്. വെള്ളമുണ്ട എന്ന് പറയുന്നത് വലിയ ദൂരമുള്ള ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എത്താൻ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എത്താനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ തന്നെ കൽപ്പറ്റയിൽ നിന്നും മാനന്തവാടിയിൽ നിന്നുമാണ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വന്യജീവി സാന്നിധ്യം, അതായത് കടുവയുടെ സാന്നിധ്യം ഉണ്ടായ ഈ ഘട്ടത്തിൽ ഈ ചർച്ചകൾ കൂടി ഉയർന്നു വരേണ്ട ഒരാവശ്യകത കൂടിയുണ്ട്. കാരണം പനമരം കേന്ദ്രീകരിച്ച ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ എന്നുള്ള ആവശ്യം നാട്ടുകാരുടെ നീണ്ട നാളത്തെ ആവശ്യമാണ്. ആ ഒരു രീതിയിലേക്കുള്ള പരിഗണന ഉണ്ടാകണമെന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന കാര്യം. എന്തായാലും ഫോറസ്റ്റ് വാഹനങ്ങൾ തലങ്കും വിലങ്കും പായുന്നു. ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കുന്നു. ആ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. തുടക്കം മുതൽ ഇവിടെ ഉണ്ടായിരുന്ന RRT സംഘമാണ് ഇപ്പോൾ ആ ദൃശ്യത്തിൽ കാണുന്ന ഫോറസ്റ്റ് വാഹനത്തിലുള്ളത്. തുടക്കം മുതൽ ഇവിടെ ഉണ്ടായിരുന്ന RRT സംഘമാണ്. അവർ പരിശോധന നടത്തിയിട്ടുണ്ട്. അതായത് ഇവിടുത്തെ തോട്ടം മേഖല കേന്ദ്രീകരിച്ചടക്കം ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭ്യൂഹം, അതായത് വലിയ രീതിയിലുള്ള ആശങ്ക പരത്തിയത് ബേബി എന്ന ഒരാളെ കാണാതായി എന്നുള്ളതാണ്. പക്ഷേ അത് ആ ആശങ്കയ്ക്ക് പൂർണ്ണമായ വിരാമം അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞു. അദ്ദേഹത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. കാരണം വനമേഖല കേന്ദ്രീകരിച്ച് വനമേഖല സുർജിത്ത് അയ്യപ്പത്താണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച മേഖലയിലാണ് വയോധികനെ കാണാതായത്. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ വനംവകുപ്പ് സംഘമുണ്ട്, RRT ഉണ്ട്. അവരുടെ തിരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ജനവാസ മേഖലയോട് ചേർന്നാണ് ഇപ്പോൾ ഈ കടുവയുടെ സാന്നിധ്യം ഉള്ളത്. അവിടെ നാട്ടുകാർ ഉൾപ്പെടെ തമ്പടിക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം വനംവകുപ്പും പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ സാന്നിധ്യത്തിൽ ഇപ്പോഴും അവിടെ തിരച്ചിൽ തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.